ഹായ് ഫ്രണ്ട്സ്, കേരള PSC LDC 2024 അല്ലേ? അടുത്ത് തന്നെ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ ആ പരീക്ഷ വരാൻ പോവുകയാണ്. അതിൽ 10 മാർക്ക് ഇംഗ്ലീഷിനുണ്ട്. അപ്പോൾ ആ ഇംഗ്ലീഷിലെ മാർക്കുകൾ ഉറപ്പിക്കാൻ ഏറ്റവും നല്ലത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുകയാണ്. നമ്മുടെ ഇതിൽ ഇംഗ്ലീഷിലുള്ള 7ാമത്തെ ഒരു വീഡിയോ ആണ്. ഇത് കഴിഞ്ഞാൽ നമുക്കൊരു എക്സാം നടത്താം ഇതിൽ നിന്ന്. അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് പോകാം. കൂടുതൽ ക്ലാസ്സുകൾ വേണം, കംപ്ലീറ്റ് ക്ലാസ്സുകൾ വേണമെന്നുള്ളവർ എല്ലാ സിലബസും കവർ ചെയ്തുകൊണ്ട്, എല്ലാ ടോപ്പിക്സും കവർ ചെയ്തുകൊണ്ട് നമ്മുടെ ഫുൾ കോഴ്സ് വേണമെന്നുള്ളവർക്ക് നമ്മുടെ കോഴ്സ് 2053 രൂപയുടേതാണ്. 1.5 വർഷത്തേക്കാണ്. നിങ്ങൾക്ക് അതായത് ഈ വരുന്ന എക്സാമിന് ഇത് ഉപയോഗിക്കാം. 2-3 മാസം നിങ്ങൾക്ക് നന്നായി പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് കഴിക്കാം. അതല്ലെങ്കിൽ 1.5 വർഷം എടുത്ത് കഴിക്കാം. ഇനിയും എക്സാമുകൾ വരുന്നുണ്ട്, നിങ്ങൾക്കറിയാം. എല്ലാ 10th ലെവൽ എക്സാമിനും ഉള്ളതാണ്. LDC, LGS തുടങ്ങിയ സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡൻറ്റ് തുടങ്ങിയ എല്ലാ എക്സാമുകൾക്കും ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒന്നാണ്. 1.5 വർഷത്തേക്കാണ്. കൂടുതൽ വിവരം വേണ്ടവർ 8075963937 എന്ന എൻ്റെ നമ്പറിലേക്ക് എന്ത് ചെയ്യുക, മെസ്സേജ് അയച്ചാൽ മതി, വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക്. ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് ദ സെന്റൻസ് ഗിവൻ ബിലോ. താഴെ തന്ന സെന്റൻസിന്റെ ടൈപ്പ് എന്താണ് എന്നാണ് പറയുന്നത്. ഹൗ സ്ട്രേഞ്ച് ഷീ ലുക്സ്, എന്നിട്ടൊരു എക്സ്ക്ലമേറ്ററി മാർക്ക് ഉണ്ട് ഇവിടെ. ഇത് എക്സ്ക്ലമേറ്ററി സെന്റൻസ്. പ്രധാനമായും 4 ടൈപ്പ് സെന്റൻസുകളാണുള്ളത്. 4 ടൈപ്പ് സെന്റൻസുകളാണ് പ്രധാനമായിട്ടും ഉള്ളത്. 4 ടൈപ്പ് സെന്റൻസ്. ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഡിക്ലറേറ്റീവ്, അസേർട്ടീവ് എന്നൊക്കെ സ്റ്റേറ്റ്മെന്റിന് പറയും. എന്താണെന്നൊക്കെ പറയാം. ആദ്യം 4നെ കുറിച്ചും പറയാം. രണ്ടാമത്തേത് ഇൻ്ററോഗേറ്റീവ് ആണ്. ഇൻ്ററോഗേറ്റീവ് സെന്റൻസ്. മൂന്നാമത്തേത് എക്സ്ക്ലമേറ്ററി ആണ്. നാലാമത്തേത് ഇംപരേറ്റീവ് സെന്റൻസ് ആണ്. അപ്പോൾ ഇത് സിമ്പിൾ ആണ് കേട്ടോ, ഒപ്പം തന്നെ പറയാം. 4 ടൈപ്പ് സെന്റൻസ് ആണ്. സ്റ്റേറ്റ്മെന്റ്, ഇൻ്ററോഗേറ്റീവ്, എക്സ്ക്ലമേറ്ററി ആൻഡ് ഇംപരേറ്റീവ്. അതിൽ ഇൻ്ററോഗേറ്റീവ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടെങ്കിൽ അത് ഇൻ്ററോഗേറ്റീവ് ആണ്. 2 തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുപോലെ തന്നെ മറ്റൊന്നാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ കൂടാതെ WH ക്വസ്റ്റ്യൻ. ഒരു ഉദാഹരണത്തിന് നമ്മൾ നോക്കിയാൽ മതി. ഇപ്പോൾ നമുക്ക് പോകാം. ഹി ഈസ് ഗോയിങ് ടു കൽക്കട്ട. ഹി ഈസ് ഗോയിങ് ടു കൽക്കട്ട. അങ്ങനത്തെ ഒരു വാക്ക് തന്നിട്ടുണ്ട് വിചാരിച്ചോ. ഹി ഈസ് ഗോയിങ് ടു കൽക്കട്ട. ഇവിടെ നമ്മൾ ഈസിനെ പിടിച്ച് മുന്നിക്കാക്കിയാൽ, അതായത് ഇതിലത്തെ ഹെൽപ്പിംഗ് വെർബായ ഈസിനെ പിടിച്ച് മുന്നിക്കാക്കിയാൽ ഈസ് ഹി ഗോയിങ് ടു കൽക്കട്ട എന്ന് പറയും. ഇതിന് ഇൻവേർഷൻ എന്ന് പറയും. ഇങ്ങനെ ഇൻവേർഷൻ വന്നാൽ അതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയി. അതായത് അവൻ കൽക്കട്ടയിൽ പോകുന്നുണ്ടോ ഇല്ലേ. ഇത് ഇൻ്ററോഗേറ്റീവ് സെന്റൻസ് ആണ്. എന്താ ചെയ്തത്? അവിടുത്തെ ഹെൽപ്പിംഗ് വെർബിനെ പിടിച്ച് ഈ സബ്ജക്റ്റിന്റെ മുന്നിക്കാക്കി. അപ്പൊ ഇതിനെയാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇനി WH ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ നോക്കൂ, ഈസിന്റെ മുന്നിൽ നമ്മളൊരു വെൻ ചേർത്താൽ അപ്പോഴും ഈ എന്ത് വേണം? അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈസിന്റെ മുന്നിൽ ചേർക്കണം. മുന്നിലാണ് വെൻ കൊടുക്കുന്നത് എന്ന് മാത്രമല്ല, ഈ ഇൻവേർഷൻ ഉണ്ടായിരിക്കണം. ഈ ഈസ് ഈയുടെ മുന്നിൽ തന്നെ ഇരിക്കണം. വെൻ ഈസ് ഹി ഗോയിങ് ടു കൽക്കട്ട. ഇതിപ്പോൾ ഒരു WH ക്വസ്റ്റ്യൻ ആയി. ഇങ്ങനത്തെ 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇങ്ങനത്തെ എത്ര ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്? 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ രണ്ടും ക്വസ്റ്റ്യൻ മാർക്ക് വന്നാൽ, ഇത് തിരിച്ചറിയാൻ നിങ്ങൾക്ക് പ്രയാസമില്ല, ക്വസ്റ്റ്യൻ മാർക്ക് വന്നാൽ അത് ഇൻ്ററോഗേറ്റീവ് ആണ്. സോ ക്വസ്റ്റ്യൻ മാർക്ക് വന്നാൽ ഇൻ്ററോഗേറ്റീവ് ആണല്ലോ. ഇനി ആശ്ചര്യം വരുന്നത്, ഇപ്പം നേരത്തെ നമ്മൾ പഠിച്ച ഈ ചോദ്യത്തിൽ കണ്ടു, ആശ്ചര്യ ചിഹ്നമാണ് വരുന്നത്. ഹൗ സ്ട്രേഞ്ച് ഷീ ലുക്സ്. അവിടെ ഒരു ആശ്ചര്യ ചിഹ്നം വന്നു. അങ്ങനെ ആശ്ചര്യ ചിഹ്നം വന്നാൽ ആ ആശ്ചര്യ ചിഹ്നം വരുന്ന
ഇതിന് പറഞ്ഞാണ് എക്സ്ക്ലമേറ്ററി. ഇനി നോക്കൂ, ഒരു ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുകയാണെന്ന് വിചാരിച്ചോളൂ. അത് സ്റ്റേറ്റ്മെന്റോ ഇമ്പരേറ്റീവോ ആവാം. ഒരു ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുമ്പോൾ ഫുൾ സ്റ്റോപ്പ് പീരിയഡ് എന്ന് പറയും. ഒരു ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുമ്പോൾ സ്റ്റേറ്റ്മെന്റോ ഇമ്പരേറ്റീവോ ആവാം. പക്ഷെ ഇമ്പരേറ്റീവ് ആണ് സെന്റൻസ് എങ്കിൽ 90% ഒരു വെർബ് വെച്ചിട്ടാണ് ഇത്. ഒരു വെർബ് വെച്ചിട്ട്. ഇമ്പരേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമലി കമാൻഡ്സ്, ഒരു ആജ്ഞ കൊടുക്കാൻ, അല്ലെങ്കിൽ ഓർഡർ ആജ്ഞ കൊടുക്കാൻ, അതല്ലെങ്കിൽ ഒരു റിക്വസ്റ്റ് കൊടുക്കാൻ, അതല്ലെങ്കിൽ ഒരു ഡയറക്ഷൻ കൊടുക്കാൻ, അഡ്വൈസ് കൊടുക്കാൻ ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സെന്റൻസ് ആണ് ഇമ്പരേറ്റീവ് സെന്റൻസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അതൊരു വെർബ് വെച്ചാണ് തുടങ്ങുക. സ്റ്റോപ്പ് സ്മോക്കിംഗ്. നോക്കൂ, വെർബ് വെച്ചിട്ടല്ലേ തുടങ്ങിയത്. ഇത് ഒരു ഇമ്പരേറ്റീവ് സെന്റൻസ് ആണ്. ഇതൊരു ഓർഡർ ആവാം, അല്ലെങ്കിൽ ഒരു അഡ്വൈസ് ആവാം. പ്ലീസ് ഗിവ് മീ എ ഗ്ലാസ് ഓഫ് വാട്ടർ. ആ പ്ലീസ് ഒഴിവായിക്കോളൂ. ഗിവ് മീ, നമുക്ക് അവിടെ അങ്ങനെയുള്ള വാക്കുകളൊക്കെ ഒഴിവാക്കി നമുക്ക് അറിയാം വെർബ് വെച്ചിട്ടാണ് തുടങ്ങുക. ഗ്ലാസ് ഓഫ് വാട്ടർ. അവിടുത്തെ സബ്ജക്റ്റ് പറഞ്ഞിട്ടുണ്ടാവില്ല. അറിയാം ആരാണ്, നിങ്ങൾ തരണം എന്നാണ് പറയുന്നത്. ഇങ്ങനെ വെർബ് വെച്ച് തുടങ്ങുന്ന സെന്റൻസിനെ നമ്മൾ ഇമ്പരേറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നു. മറ്റത് സാധാരണ ഉള്ള സെന്റൻസ്, അത് ഒരു ആശയം പറയുന്നതാവാം, അതല്ലെങ്കിൽ ഇപ്പോൾ എർത്ത് റിവോൾവ്സ് റൗണ്ട് ദ സൺ തുടങ്ങിയ ആശയങ്ങൾ പറയുന്നതാവാം. ഇങ്ങനെയുള്ള സെന്റൻസിനെ നമ്മൾ സ്റ്റേറ്റ്മെന്റ് അഥവാ ഡിക്ലറേറ്റീവ് അഥവാ അസേർട്ടീവ് സെന്റൻസ്. അപ്പൊ സംഭവം സിമ്പിൾ ആണല്ലോ. ക്വസ്റ്റ്യൻ മാർക്ക് വന്നാൽ ഇന്ററോഗേറ്റീവ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻസ്, സിമ്പിൾ. എക്സ്ക്ലമേറ്ററി മാർക്ക് വന്നാൽ അതെന്താണ്? എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ്. ഒരു വെർബ് വെച്ചാണ് തുടങ്ങുന്നത്. അതായത് ഒരു റിക്വസ്റ്റോ ഓർഡറോ കമാൻഡോ അഡ്വൈസോ ഡയറക്ഷനോ ഒക്കെ ആവാം. അതാണെങ്കിൽ ഇമ്പരേറ്റീവ് ആണ്. സാധാരണ സെന്റൻസ്, ഒരു ആശയം വ്യക്തമാക്കാൻ നമ്മൾ പറയുന്ന സാധാരണ സെന്റൻസ് ആണ് എന്തെന്ന് പറയുന്നത്? സ്റ്റേറ്റ്മെന്റ് ടൈപ്പ്, അതല്ലെങ്കിൽ അസേർട്ടീവ് സെന്റൻസ്, ഡിക്ലറേറ്റീവ് സെന്റൻസ് എന്നൊക്കെ പറയുന്നത്. സോ ഇവിടെ എക്സ്ക്ലമേറ്ററി മാർക്ക് വന്നതുകൊണ്ട് എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ്. സിമ്പിളായ ഒരു ചോദ്യമാണ്. പരീക്ഷയ്ക്ക് പലപ്പോഴും ഈ ടൈപ്പ് ഓഫ് സെന്റൻസ് ചോദിക്കും. ദ ഡ്രൈവർ ഇൻ ദാറ്റ് ബസ് ഡാഷ് ലൈക്ക് യുവർ ബ്രദർ. ലുക്സ്, ലുക്ക്ഡ്, ലുക്ക്, ഈസ് ലുക്കിംഗ് ഇതൊക്കെ വന്നിട്ടുണ്ട്. ഇതിൽ ഏത് വരും എന്നുള്ളത്. ദ ഡ്രൈവർ ഇൻ ദാറ്റ് ബസ് ഡാഷ് ലൈക്ക് യുവർ ബ്രദർ. എൻ്റെ ബ്രദറിനെ പോലെ തോന്നുന്നു. അതിൽ ഡ്രൈവർ എന്നാണ്. ഇവിടെ ലുക്സ് എന്നാണ് ഉപയോഗിക്കേണ്ടത്. നിങ്ങൾക്കൊരു സംശയം വരും, എന്തുകൊണ്ട് ലുക്സ് സിമ്പിൾ പ്രസന്റില് എസ് ഫോമിലാണ്? അതായത് സിമ്പിൾ പ്രസന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, സാധാരണയായി സിമ്പിൾ പ്രസന്റ് എന്ന് പറഞ്ഞാൽ വെർബിന്റെ V1 ഫോമോ എസ് ഫോമോ ഉപയോഗിച്ചിട്ടാണ്. അതിൽ ഹെൽപ്പിംഗ് വെർബ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ എർത്ത് റിവോൾവ്സ് റൗണ്ട് ദ സൺ, ഇത് സിമ്പിൾ പ്രസന്റ് ആണ്. എർത്ത് റിവോൾവ്സ് റൗണ്ട് ദ സൺ. അത് പൊതു സത്യങ്ങൾ അല്ലെങ്കിൽ ഒരു ഹാബിറ്റ് പറയുമ്പോൾ, ഓക്കെ, ഐ വേക്ക് അപ്പ് അറ്റ് 6 o'clock എവറി ഡേ. ഞാൻ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് എണീക്കാറുണ്ട്. വെയ്ക്ക് എന്നാണ്, വെയ്ക്ക് എന്നാ ഉപയോഗിച്ചത്, ഒരിക്കലും വോക്ക് എന്ന് ഉപയോഗിച്ചില്ല. അപ്പൊ സിമ്പിൾ പ്രസന്റ് എപ്പോഴും ഉപയോഗിക്കുക എന്താണ്? സത്യങ്ങൾ പറയാൻ, ലോക സത്യങ്ങൾ പറയാൻ. അതായത് ഇന്നലെയും ഇന്നും നാളെയൊക്കെ അത് ശരിയാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ മൈ ഫാദർ ഈസ് എ ഡ്രൈവർ. എൻ്റെ അച്ഛൻ ഒരു ഡ്രൈവറാണ്. ഹി ഡ്രൈവ്സ് എ കാർ. എന്താ കാരണം? സ്ഥിരം ചെയ്യുന്ന കാര്യമാണ്. ഇന്നലെ അച്ഛൻ കാറാണ് ഡ്രൈവ് ചെയ്തത്, അല്ലെങ്കിൽ ഓട്ടോറിക്ഷ ഡ്രൈവറാണ് വിചാരിച്ചോളൂ, ഓട്ടോറിക്ഷ. അപ്പൊ ഇന്നലെ പാസ്റ്റിൽ അദ്ദേഹം ഓട്ടോ ആണ് ഓടിക്കുന്നത്, ഇന്നും ഓട്ടോ ആണ് ഓടിക്കുന്നത്, നാളെയും അദ്ദേഹം ഓട്ടോ ആണ് ഓടിക്കുന്നത്. ഇങ്ങനെ എല്ലാ കാലങ്ങൾക്കും സത്യമായ ഒന്ന്. ആ ഒരു കോണ്ടെക്സ്റ്റിലിട്ടാ. പക്ഷെ കുറച്ച് കാലം കഴിഞ്ഞാൽ ചിലപ്പോൾ അദ്ദേഹം റിട്ടയർ ചെയ്താൽ കാർ ഓടിച്ചു എന്ന് വരില്ല. ആ കോണ്ടെക്സ്റ്റിൽ എല്ലാ കാലങ്ങൾക്കും, ഇന്നലെ ആണെങ്കിലും ഇന്നാണെങ്കിലും നാളെ ആണെങ്കിലും, ഭൂമിയുടെ കാര്യത്തിലും ഇതല്ലേ. ഭൂമി ഇന്നലെയും സൂര്യനെ ചുറ്റിയിട്ടുണ്ട്, ഇന്നും സൂര്യനെ ചുറ്റിയിട്ടുണ്ട്, നാളെയും സൂര്യനെ ചുറ്റി. ഇന്നലെയും രാവിലെ ഞാൻ 6 മണിക്ക് നീച്ചിട്ടുണ്ട്, ഇന്ന് രാവിലെയും 6 മണിക്ക് നീച്ചിട്ടുണ്ട്, നാളെയും രാവിലെ 6 മണിക്കാണ് ഞാൻ നീക്കാൻ പോകുന്നത്. എക്സെപ്ഷൻസ് ഉണ്ടായിരിക്കാം.
അങ്ങനെയുള്ള പതിവായ കാര്യങ്ങൾ, അതായത് ഇന്നും ഇന്നലെയും നാളെയും പാസ്റ്റിലും പ്രസന്റിലും ഫ്യൂച്ചറിലും ഒക്കെ നടക്കുന്ന കാര്യങ്ങളെ കാലാതീതമായി നമ്മൾ എന്തുപയോഗിക്കുന്നു? സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കുന്നു. സിമ്പിൾ പ്രസന്റ് വളരെ എളുപ്പമാണ്. കണ്ടോ, ഡ്രൈവ്സ്. ഒന്നില്ലെങ്കിൽ സിംഗുലർ ആണെങ്കിൽ എസ് ഫോം ഉപയോഗിക്കുക, സിംഗുലർ അല്ലെങ്കിൽ വെർബിന്റെ V1 ഉപയോഗിക്കുക. ഇത്രയേ ഉള്ളൂ സിമ്പിൾ പ്രസന്റ്. അപ്പൊ അവിടെ ചില കീവേഡ്സ് ഒക്കെ ഉണ്ടാവും. ഒന്നില്ലെങ്കിൽ അത് ജനറൽ ട്രൂത്ത് ആയിരിക്കും. ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്, കിഴക്കാണ് സൂര്യൻ ഉദിക്കാറ്, അതൊരു പൊതു സത്യമാണ്. അതല്ലെങ്കിൽ എവരി ഡേ, എവരി നൈറ്റ്, യൂഷ്വലി, പതിവായി, ഇങ്ങനെയുള്ള കീവേഡ്സ് ഉണ്ടായിരിക്കും. ഇത് കീവേഡ്സ് ഒന്നും തന്നിട്ടില്ല ഇവിടെ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കീവേഡ്സ് ഒന്നും തന്നിട്ടില്ല. എന്തുകൊണ്ട് പിന്നെ അവിടെ ലുക്സ് എന്ന് ഉപയോഗിക്കുന്നു? പലർക്കും സംശയം ഉണ്ടായിരിക്കും. ആ സംശയം അടുത്ത് ഇത് സിമ്പിൾ പ്രസന്റിലാണ് ഉപയോഗിക്കുന്നത്. അതെന്താ? അതിന് സ്റ്റാറ്റീവ് വെർബ്സ് എന്ന് പറയുന്ന ഒന്നുണ്ട്. സ്റ്റാറ്റീവ് വെർബ്സ് അത് ഒരു ആക്ഷൻ ആയിരിക്കില്ല. ഒരു വെർബ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും ആക്ഷനാണ്. പക്ഷെ ആക്ഷൻ മാത്രം കാണിക്കുന്ന നല്ല വെർബ് ഒരു സ്റ്റേറ്റിനെ കാണിക്കുന്നതും ഒരു അവസ്ഥയെ കാണിക്കുന്നതും വെർബാണ്. ഹി ഈസ് എ ബോയ്, അവിടെ ഒരു വെർബ് ഈസ് എന്ന് പറയുന്നത് വെർബ് എന്ന് പറഞ്ഞാൽ എന്ത് ആക്ഷനാണ് അവിടെ? അല്ല, അവിടെ അവൻ്റെ ഒരു സ്റ്റേറ്റ് ആണ്, അല്ലെങ്കിൽ അവൻ്റെ ഒരു കാറ്റഗറിയാണ്. അങ്ങനെ ഉള്ള വെർബ്സ് ഉണ്ട്. ചിലതൊരു സ്റ്റേറ്റിനെ സൂചിപ്പിക്കും. അങ്ങനെ സ്റ്റേറ്റിനെ സൂചിപ്പിക്കുന്ന വെർബുകൾ സിമ്പിൾ പ്രസന്റിൽ ഉപയോഗിക്കാറാണ് സാധാരണ. അതൊന്നും പ്രസന്റ് കണ്ടിന്യൂസ് ഫോമിലൊന്നും ഉപയോഗിക്കില്ല. അതായത് ഈസ് ലുക്കിംഗ് എന്നൊന്നും ഉപയോഗിക്കില്ല. പിന്നെ അവിടെ ലുക്ക് പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല? ലുക്ക് പറ്റില്ല. അവിടെ ലുക്ക് പറ്റാത്തത് ഡ്രൈവർ സിംഗുലർ ആണ്. സിംഗുലർ ആകുമ്പോൾ എസ് ഫോം ആണ് വെർബിന്റെ വേണ്ടത്. സിമ്പിൾ പ്രസന്റ് ആണ്. ഈ സ്റ്റാറ്റീവ് വെർബ്സ് പാസ്റ്റ് ടെൻസിലും സാധാരണയായിട്ട് ഉപയോഗിക്കാറുണ്ട്. കാരണം അതൊരു സ്റ്റേറ്റിനെ സൂചിപ്പിക്കാനാണ്. സാധാരണയായി ചില കേസുകളിൽ പാസ്റ്റ് ടെൻസിൽ ഉപയോഗിക്കാറുണ്ട്. ഈ സ്റ്റാറ്റീവ് വെർബ് തന്നെ കണ്ടിന്യൂസ് ഫോമിൽ ഉപയോഗിക്കാറുണ്ട്. അതായത് എന്താണ് ഈ പ്രസന്റ് കണ്ടിന്യൂസ് ഫോം സാധാരണയായി ചെയ്യാറ്? സാധാരണയായിട്ട് പ്രസന്റ് കണ്ടിന്യൂസ് ഫോം നമ്മൾ എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? അതായത് ഇപ്പൊ നമുക്ക് സിമ്പിൾ പ്രസന്റും പ്രസന്റ് കണ്ടിന്യൂസും ഒന്ന് നോക്കാം. നോക്കൂ, ഇപ്പൊ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ നടക്കുന്ന ഒരു കാര്യം പറയുന്നതിനാണ് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ഫോം സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് 90% സന്ദർഭങ്ങളിലും. ഭാവിയിൽ വരാൻ പോകുന്ന കാര്യങ്ങളിലും പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കാറുണ്ട്. അത് ഇത്തരം ഒരു കാര്യം വരുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ മഴ പെയ്യാണ് എന്ന് പറയുമ്പോൾ അവിടുത്തെ ആക്ഷൻ ഈസ്, ആം, ആർ പ്ലസ് ING ഫോം ഓഫ് ദ വെർബിൽ വേണം. ഈസ്, ആം, ആർ പ്ലസ് ING ഫോം ഓഫ് ദ വെർബ്. നോക്കൂ, ഇറ്റ് ഈസ് റെയിനിങ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ മഴ പെയ്യുന്നുണ്ട് എന്നാണ് അർത്ഥം. ഇറ്റ് ഈസ് റെയിനിങ്, ഇറ്റ് ഈസ് റെയിനിങ് നൗ എന്നാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ ഇപ്പൊ മഴ പെയ്യുന്നുണ്ട്. പക്ഷെ ഇന്നലെ മഴ പെയ്തു വെച്ചാലോ? എസ്റ്റർഡേ എന്നൊന്ന് വന്നാൽ നിങ്ങൾ V2 ഫോം സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കണ്ടുള്ളൂ. ഇറ്റ് റെയിൻഡ് എസ്റ്റർഡേ എന്നേ പറയാൻ പാടൂ. ഓക്കെ. എന്നാൽ മൺസൂണിൽ സ്ഥിരമായിട്ട് മഴ പെയ്യാറില്ലേ? കഴിഞ്ഞ മൺസൂണിൽ 2023 മൺസൂണിൽ മഴ പെയ്തു. ഈ മൺസൂൺ അതായത് ഈ 2000 ഈ കൊല്ലം എന്ന് പറയുമ്പോൾ 2023 മൺസൂണല്ലോ. 2024 മൺസൂൺ വരാൻ പോകണല്ലോ. 2022 മൺസൂണിലും പെയ്തു. 2024 മൺസൂണിലും മഴ പെയ്യും. അപ്പൊ സ്ഥിരം നടക്കുന്ന ഒരു കാര്യമാണ്, ഒരു ജനറൽ ട്രൂത്ത് ആണ്. അപ്പോ അവിടെ മൺസൂണിൽ മഴ പെയ്യാറുണ്ട് എന്ന് പറയാൻ ഇറ്റ് റെയിൻസ് ഇൻ മൺസൂൺ എന്ന് പറഞ്ഞാൽ, അല്ലാതെ ഇറ്റ് ഈസ് റെയിനിങ് ഇൻ മൺസൂൺ എന്ന് പറയില്ല. കാരണം അതൊരു സത്യമാണ്, ഒരു പൊതു സത്യമാണ്. അങ്ങനെ പാസ്റ്റിലും പ്രസന്റിലും ഫ്യൂച്ചറിലും ഒക്കെ തന്നെ ആവർത്തിക്കുന്ന കാര്യം. അതിനെയാണ് നമ്മൾ സിമ്പിൾ പ്രസന്റിൽ ഉപയോഗിക്കുക. അതേസമയം പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുക ഇപ്പോൾ നടക്കുന്ന കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. അതിനുള്ള ഫോമാണ് ഈസ്, ആം, ആർ പ്ലസ് ING ഫോം ഓഫ് ദ വെർബ്. അപ്പൊ നമ്മുടെ ഈ സ്റ്റാറ്റീവ് വെർബ് ഒരിക്കലും അല്ല 90% സന്ദർഭങ്ങളിലും നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസിൽ ഉപയോഗിക്കില്ല. അത് അധികവും സിമ്പിൾ പ്രസന്റിലാണ് ഉപയോഗിക്കുക. ഒരു സ്റ്റേറ്റ് പറയാൻ വേണ്ടിയിട്ടാണ്. അവിടെ വെർബിനൊരു ആക്ഷൻ ഒന്നുമില്ല. എൻ്റെ ബ്രദറിനെ പോലെ തോന്നിപ്പിക്കുന്നു, ലുക്സ് ഉണ്ടോ? ആരെ? ആ ഡ്രൈവറെ. അവിടെ അതൊരു സ്റ്റേറ്റ് ആണ്. അയാളെ തോന്നിപ്പിക്കുന്ന ആ സ്റ്റേറ്റ് ആണ് പറയുന്നത്. അപ്പോൾ സ്റ്റേറ്റിനെ പറയുമ്പോൾ ഒരു ആക്ഷന് പകരം ഒരു സ്റ്റേറ്റിനെ പറയുമ്പോൾ ഉള്ള വെർബാണ് സ്റ്റാറ്റീവ് വെർബ്സ്.
അത് പ്രസന്റ് കണ്ടിന്യൂസ് ഫോമിൽ ഉപയോഗിക്കാറില്ല. പ്രത്യേകിച്ച് അത് പലപ്പോഴും സിമ്പിൾ പാസ്റ്റ് ഫോമിൽ ഉപയോഗിക്കാറില്ല. അത് സിമ്പിൾ പ്രസന്റിലാണ് ഉപയോഗിക്കാറ്. ഐ ഡോണ്ട് നോ ദ ആൻസർ. നോക്കൂ, ഡു പ്ലസ് നോ എന്ന് പറഞ്ഞാൽ നോ ആണ്. എനിക്ക് ആൻസർ അറിയില്ല. അവിടെ നോ ആണ് വെർബ്. അതൊരു ആക്ഷനെയും സൂചിപ്പിക്കുന്നില്ല, സ്റ്റേറ്റ് ആണ്. എനിക്ക് ആൻസർ അറിയില്ല. എനിക്കിപ്പം അറിയില്ല എന്നുള്ള നിലയിൽ ഐ ആം നോട്ട് നോയിങ് ആൻസർ എന്നൊന്നും പറയാറുണ്ടോ? ഇല്ല. ഐ ഡോണ്ട് നോ ദ ആൻസർ. ഷീ റിയലി ലൈക്സ് യു. ഒരു സ്റ്റേറ്റ് ആണ്. അവൾക്ക് തന്നെ ഇഷ്ടമാണ്. ഒരു സ്റ്റേറ്റ് ആണ്. ഹി സീംസ് ഹാപ്പി അറ്റ് ദ മൊമെന്റ്. നോക്കൂ, ഇവിടെ ലൈക്സ്, സീംസ്, നോ ഇതൊക്കെ എന്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്? സിമ്പിൾ പ്രസന്റിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ സ്റ്റാറ്റീവ് വെർബ്സ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? തോട്ട്സ് ആൻഡ് ഒപ്പീനിയൻസ്, ചിന്തകളും അഭിപ്രായങ്ങളും പറയുന്നതിന് വേണ്ടി എന്തുപയോഗിക്കുന്നു? സ്റ്റാറ്റീവ് വെർബ് ഉപയോഗിക്കുന്നു. അഗ്രി, ഐ അഗ്രി വിത്ത് യു, ഐ ആം അഗ്രിയിങ് വിത്ത് യു പറയില്ല. ഐ ബിലീവ് യു, ഐ ആം ബിലീവിങ് യു പറയില്ല. ഐ ഗസ് ഇറ്റ്സ് കറക്റ്റ്, അല്ലാതെ ഐ ആം ഗസ്സിങ് എന്ന് പറയില്ല. ഇമാജിൻ, ലെറ്റ് us ഇമാജിൻ എന്നേ പറയുള്ളൂ. നോ, ഐ നോ യു, ഐ ആം നോയിങ് യു എന്ന് പറയില്ല. മീൻ, ഐ ആം മീനിങ് എന്ന് പറയില്ല. ഐ മീൻസ്, അല്ല ഐ മീൻ. റെക്കഗ്നൈസ്, റിമെമ്പർ, സസ്പെക്ട്, തിങ്ക്, അണ്ടർസ്റ്റാൻഡ് ഇതൊക്കെ തോട്ട്സിനെയോ ഒപ്പീനിയനെയോ സൂചിപ്പിക്കുന്ന വെർബുകളാണ്. ഇവ സാധാരണയായി സിമ്പിൾ പ്രസന്റിലാണ്. സിമ്പിൾ പ്രസന്റിന്റെ ഫോം എന്താണ്? എസ് ഫോം ഓർ V1 ഫോം. അതായത് ഇപ്പോൾ എഗ്രി എന്നാണ് എടുക്കുന്നതെങ്കിൽ എഗ്രി എന്നുള്ള വെർബ് എഗ്രി സിംഗുലർ ആണ്. സബ്ജക്റ്റ് എങ്കിൽ എഗ്രീസ് എന്ന് കൊടുക്കണം. അല്ലെങ്കിൽ അതിന്റെ V1 ഫോമാണ് എഗ്രി. അതിന്റെ V2 ഫോമായ എഗ്രീഡോ, V3 ഫോമായ എഗ്രീഡോ, ING ഫോമായ എഗ്രിയിങ്ങോ സാധാരണയായിട്ട് ഉപയോഗിക്കാറില്ല. തോട്ട്സും ഒപ്പീനിയനും വേണ്ടി പറയാൻ വേണ്ടി. ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ്, നമ്മുടെ ഫീലിങ്സ്, നമ്മുടെ വികാരങ്ങൾ ഒക്കെ പ്രകടിപ്പിക്കുന്ന വെർബുകളാണ് ഡിസ്ലൈക്ക്, ഹെയ്റ്റ്, ലൈക്ക്, ലവ്, പ്രിഫർ, വാണ്ട്, വിഷ്. ഇതൊക്കെ തന്നെ സ്റ്റാറ്റീവ് വെർബാണ്. സാധാരണയായി അവ സിമ്പിൾ പ്രസന്റിലാണ്. ഐ ലവ് ഹർ എന്നല്ലേ പറയൂ. ഐ പ്രിഫർ കോഫി ടു ടീനെ പറയുള്ളൂ. ഐ ആം പ്രിഫറിങ് എന്ന് പറയില്ല. പെർസെപ്ഷൻസ്, കാഴ്ചപ്പാടുകൾ. അപ്പിയർ, ബി, ഫീൽ, ഹിയർ, ലുക്ക്, സീ, സീൻ, സ്മെൽ, ടേസ്റ്റ്. നമ്മുടെ കാഴ്ചപ്പാട്, നമ്മുടെ അഭിരുചികൾ. അപ്പിയർ, ബി, ഫീൽ, ഹിയർ, ലുക്ക്, സീ, സീൻ, സ്മെൽ ഇതൊക്കെ സ്റ്റാറ്റീവ് വെർബാണ്. ഇറ്റ് സ്മെൽസ് ബാഡ് എന്നേ പറയുള്ളൂ. നമുക്ക് അങ്ങനെയാണ് നമ്മുടെ സെൻസ്. അത് സെൻസുകളെ കുറിച്ച് പറയുന്നത്. അപ്പൊ സെൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, സ്മെല്ലുണ്ട്, സീ ഉണ്ട്, ലുക്ക് ഉണ്ട്, ഹിയർ ഉണ്ട്. ഇതൊക്കെ നമ്മുടെ സ്മെല്ലുകളാണ്. പെർസെപ്ഷൻസ് പറഞ്ഞാൽ അപ്പിയർ, ബി, ഫീൽ. ടേസ്റ്റും നമുക്കറിയാം നമ്മുടെ സെൻസാണ്, സെൻസുമായി ബന്ധപ്പെട്ടതാണ്. ഇറ്റ് ടേസ്റ്റ് ഗുഡ് എന്നേ പറയുള്ളൂ. ഇറ്റ് ഈസ് ടേസ്റ്റിംഗ് ഗുഡ് എന്ന് പറയാറില്ല സാധാരണയായി. ചില എക്സെപ്ഷൻസ് നമുക്കിപ്പോൾ തന്നെ പറയാം. അതുപോലെ തന്നെ പൊസഷൻ ആൻഡ് മെഷർമെന്റ്. ബിലോങ്, ഹാവ്, മെഷർ, ഓൺ, പൊസസ്, വെയ്. ഇറ്റ് വെയ്സ് 100 കിലോഗ്രാം എന്നേ പറയുള്ളൂ. ഇറ്റ് ഈസ് വെയിങ് 100 കിലോഗ്രാം എന്ന് പറയില്ല. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് സ്റ്റാറ്റീവ് വെർബ്സ്. ഒന്ന് എഴുതി വെക്കുക, ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് ചെയ്യുക, ഒന്ന് ഉപയോഗിച്ച് നോക്കുക. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ. അത് സാധാരണയായി സിമ്പിൾ പ്രസന്റിലാണ് ഉപയോഗിക്കാറ്. അപ്പൊ ഐ തിങ്ക് ഇറ്റ്സ് എ ഗുഡ് ഐഡിയ. നോക്കൂ, നമുക്കറിയാം നമ്മുടെ തോട്ട്സ്. ഓക്കെ, നമ്മൾ തിങ്ക് ചെയ്യുന്നതൊക്കെ നമ്മൾ പറഞ്ഞ സ്റ്റാറ്റീവ് വെർബിലാണ് ഉപയോഗിക്കുക. ബട്ട് വെയിറ്റ് എ മൊമെന്റ്, ഐ ആം തിങ്കിങ് എന്നാ തമ്മിൽ വ്യത്യാസം. ഇവിടെ തിങ്ക് എന്ന് പറയുന്നത് എൻ്റെ ഒരു തോട്ടിനെ കുറിച്ചാണ് പറയുന്നത്. എൻ്റെ ഒരു തോട്ട്, ഞാനിപ്പോൾ ചിന്തിക്കുന്നത് അതൊരു നല്ല ഐഡിയ തന്നെയാണ് എന്നുള്ളതാണ്. നമ്മുടെ തോട്ടിനെയാണ് കാണിക്കുന്നത്. പക്ഷേ വെയിറ്റ് എ മൊമെന്റ്, ഒന്ന് നിമിഷം ഞാനൊന്ന് ആലോചിക്കട്ടെ, അത് ആക്ഷനാണ്. ഞാനൊന്ന് ആലോചിക്കട്ടെ. മറ്റേ നമ്മുടെ തോട്ടാണ്. രണ്ടും തമ്മിലെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും. വെയിറ്റ് എ മൊമെന്റ്, ഐ ആം തിങ്കിങ്. അപ്പൊ അവിടെ കണ്ടിന്യൂസ് ഫോമിൽ പറയും. അതായത് സ്റ്റാറ്റീവ് വെർബ് കണ്ടിന്യൂസ് ഫോമിൽ പറയും അതൊരു ആക്ഷനെ സൂചിപ്പിക്കുമ്പോൾ. ഐ തിങ്ക് ഇറ്റ്സ് എ ഗുഡ് ഐഡിയ. അപ്പം ഞാനൊരു ആക്ഷനും ചെയ്യുന്നില്ല. എനിക്ക് മുന്നേ തന്നെ അറിയാം അതൊരു നല്ല ആശയമാണ്, അല്ലെങ്കിൽ അതിനോടുള്ള എൻ്റെ അഭിപ്രായം അതാണ്, എൻ്റെ ഒപ്പീനിയൻ അതാണ്. എൻ്റെ ഒപ്പീനിയൻ ആണല്ലോ ഞാൻ പറഞ്ഞത്. ഒപ്പീനിയൻ പറയുമ്പോൾ നമ്മൾ
സ്റ്റാറ്റ്യൂ വെർബ് ആക്കിയിട്ട് ഉപയോഗിക്കാൻ പാടും. അതേസമയം അതൊരു ആക്ഷൻ ആയിട്ട് മാറുമ്പോൾ വെയിറ്റ് എ മൊമെന്റ് ഐ ആം തിങ്കിങ്. ഇത്ര സിമ്പിൾ അല്ലേ? ആ റൂൾ കണ്ട് മനസ്സിലായാൽ. അപ്പൊ ദ ഫസ്റ്റ് സെന്റൻസ് എക്സ്പ്രസസ് ആൻ ഒപ്പീനിയൻ, അതൊരു മെന്റൽ സ്റ്റേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രസന്റ് സിമ്പിൾ ആണ് ഉപയോഗിക്കുക. പക്ഷേ രണ്ടാമത്തെ സെന്റൻസിൽ ദ സ്പീക്കർ ഈസ് ആക്റ്റീവ്ലി പ്രോസസിങ് തോട്ട്സ് അബൌട്ട് സംതിങ്, ഇറ്റ് ഈസ് ആൻ ആക്ഷൻ ഇൻ പ്രോഗ്രസ്. അത് ചിന്തിച്ചുകൊണ്ടിരിക്കുക. മറ്റു ചില എക്സാമ്പിൾസ് നോക്കൂ. ഐ ഹാവ് എൻ ഓൾഡ് കാർ, ഒരു സ്റ്റേറ്റ് ആണ്, ഒരു പൊസഷൻ ആണ്. എനിക്കൊരു പഴയ കാർ ഉണ്ട്. ഐ ആം ഹാവിങ് എ ക്വിക്ക് ബ്രേക്ക്, ആക്ഷൻ ആണ്. ഹാവിങ് എ ബ്രേക്ക് ഒരു ആക്ഷൻ. അപ്പം ഞാൻ ബ്രേക്ക് എടുക്കുകയാണെങ്കിൽ അതൊരു ആക്ഷൻ ആണ്. അപ്പോൾ ആക്ഷനെ പറയുമ്പോൾ സ്റ്റാറ്റ്യൂ വെർബ് എന്തായിട്ട് മാറും? പ്രസന്റ് കണ്ടിന്യൂസിൽ ഉപയോഗിക്കാം. ആക്ഷൻ ആയിട്ട് മാറുമ്പോൾ സിമ്പിൾ പ്രസന്റ് ഉപയോഗിച്ചോളന്നില്ല. ഡു യു സീ എനി പ്രോബ്ലംസ് വിത്ത് ദാറ്റ്? അവിടെ ഒരു സ്റ്റേറ്റ് ആണ്, ഒപ്പീനിയൻ ആണ്. നിങ്ങളുടെ ഒപ്പീനിയൻ ആണ് ചോദിക്കുന്നത്. അതുമായിട്ട് എന്തെങ്കിലും വിഷയം നിനക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ ഒപ്പീനിയനാണ് ചോദിക്കുന്നത്. അവിടെ സി സിമ്പിൾ പ്രസന്റിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വി ആർ സീയിങ് ഠഡാനാരി ടുമാറോ ആഫ്റ്റർനൂൺ. ഇവിടെ വി ആർ സീയിങ് എന്ന് പറഞ്ഞാൽ ഠഡാനാരി എന്ന് പറയുന്ന ഒരാളാ, അയാളെ കാണാൻ പോകുന്നു എന്നാണ് അർത്ഥം. ഇറ്റ്സ് എൻ ആക്ഷൻ. വി ആർ മീറ്റിംഗ് ഹിം എന്നാണ് അർത്ഥം. ആളെയാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കൂട്ടെ, നേരത്തെ ഞാൻ പറഞ്ഞു ഈസ് ആം ആർ പ്ലസ് ING ഫോം ഓഫ് ദ വെർബ് ഇപ്പൊ നടക്കുന്ന കാര്യത്തിനല്ലേ പറയുള്ളൂ, ഇത് നാളത്തെ കാര്യമല്ലേ എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഉച്ചത്തെന്താ ഭാവിയിൽ ആഫ്റ്റർനൂൺ ഉച്ചയ്ക്ക് ശേഷം, അത് നടക്കാൻ പോകുന്ന ഒരു കാര്യം പറയുന്നതിന് വേണ്ടി നമ്മൾ ഒരു പ്ലാനിങ്ങിനൊക്കെ വരുമ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ഫോം ഉപയോഗിക്കാറുണ്ട്. നമുക്ക് ആ സന്ദർഭം വരുമ്പോൾ പറയാം. അതുപോലെയാണ് ബി. ഹി ഈസ് സോ ഇൻട്രസ്റ്റിംഗ്, സ്റ്റേറ്റ് ആണ്. ഭയങ്കര രസാട്ടവൻ, ഒരു സ്റ്റേറ്റ് ആണ്. അല്ലെങ്കിൽ നമുക്ക് അവരെ കുറിച്ചുള്ള ഒരു പെർസെപ്ഷൻ ആണ്, ആളെ കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട്. രസികനാണ്. നോക്കൂ, ഹി ഈസ് ബീയിങ് വെരി അൺഹെൽപ്ഫുൾ. ഇപ്പൊ അവനെ കൊണ്ട് അവന്റെ ഇപ്പോഴത്തെ ഒരു പെരുമാറ്റം ഒരു സഹായവും ഇല്ലാത്ത രീതിയിലാണ്. ടെമ്പററിലി പലപ്പോഴും ഈ കണ്ടിന്യൂസ് ഫോം ടെമ്പററി സ്റ്റേറ്റിന് വേണ്ടി ഉപയോഗിക്കും. പെർമനന്റ് സ്റ്റേറ്റിന് പലപ്പോഴും നമ്മൾ സിമ്പിൾ പ്രസന്റ് ആണ് ഉപയോഗിക്കുക. ഞാൻ അതിലേക്ക് പോകുന്നില്ല. എന്തായാലും ആക്ഷൻ ആണ്. ഒരു ആക്ഷൻ വന്നാൽ സ്റ്റാറ്റ്യൂ വെർബ് കണ്ടിന്യൂസ് ഫോമിൽ ഉപയോഗിക്കും. ദിസ് കോഫി ടേസ്റ്റ് ഡെലീഷ്യസ്. നമുക്ക് അതിനെക്കുറിച്ചുള്ള ഒരു പെർസെപ്ഷൻ ആണ് കോഫിയെ കുറിച്ചിട്ട്. ഈ കോഫി അടിപൊളിയായിട്ടാ. ചിലപ്പോൾ നിങ്ങൾക്ക് അടിപൊളിയാവും, വേറൊരാൾക്ക് അടിപൊളിയാവില്ല. നിങ്ങളുടെ പെർസെപ്ഷനാണ്, കാഴ്ചപ്പാടാണത്. പക്ഷെ നോക്കൂ, ലുക്ക് ദ ഷെഫ് ഈസ് ടേസ്റ്റിംഗ് ദ സൂപ്പ്. നോക്ക്, ആ സൂപ്പ് രുചിച്ച് നോക്കുക കേട്ടോ ഷെഫ്. ഇപ്പൊ ആക്ഷനാ, ടേസ്റ്റിംഗ് അവിടെ ആക്ഷനായി. ഇറ്റ്സ് നോട്ട് എ പെർസെപ്ഷൻ, ഇറ്റ്സ് നോട്ട് എൻ ഒപ്പീനിയൻ. എങ്ങനെ? ഇൻക്ലൂഡ്, എഗ്രി, അപ്പിയർ, ഡൗട്ട്, ഫീൽ, ഗസ്, ഹിയർ, ഇമാജിൻ, ലുക്ക്, മെഷർ, റിമെമ്പർ, സ്മെൽ, വെയ്, വിഷ്. ഇതെല്ലാം തന്നെ നമ്മൾ എന്തിലുപയോഗിക്കാറുണ്ട്? ഈ സ്റ്റാറ്റ്യൂ വെർബായിട്ട് ഉപയോഗിക്കും. ഒന്ന് നിങ്ങൾ നന്നായിട്ട് എഴുതിയെടുത്തു കഴിഞ്ഞാൽ ഇനി ഈ ചോദ്യം വരുമ്പോൾ നിങ്ങളുടെ സംശയങ്ങൾ ഉണ്ടാകും. ഡിഡ് അലൻ ഗെറ്റ് ഡാഷ് ജോബ് അപ്ലൈഡ് ഫോർ? ഡിഡ് അലൻ ഗെറ്റ് ഡാഷ് ജോബ് അപ്ലൈഡ് ഫോർ? എന്താ ഉപയോഗിക്കേണ്ടത്? ദ ആണ് ഉപയോഗിക്കേണ്ടത്. എപ്പോഴാണ് ദ ഉപയോഗിക്കുക? നമുക്ക് മുൻകൂട്ടി അറിയാവുന്ന ഒരു കാര്യത്തിന്റെ മുൻപിലാണ്. നമുക്കൊരു റെഫറൻസ് ഉണ്ട്. ഏതെങ്കിലും ഒരു ജോബ് കിട്ടിയോ എന്നല്ല ചോദിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ എ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, എപ്പോഴും നമ്മൾ എ അല്ലെങ്കിൽ ഏന് ഉപയോഗിക്കുന്ന എപ്പോഴാ? നമുക്കത് വ്യക്തമല്ല ഏതാണ് എന്ന്. ഇപ്പൊ എന്നെ കാണാൻ ഒരു കുട്ടി വന്നു. അവന്റെ പേര് രാമൻ എന്നാണ്. ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക. അപ്പോ ആ രാമൻ വരുമ്പോ എൻ്റെ മോള് പറഞ്ഞിട്ടുണ്ടാവും, കുറച്ച് കഴിഞ്ഞാൽ വരൂ, അച്ഛൻ ഇപ്പൊ ക്ലാസ്സിലാണെന്ന് പറയും. എന്നാൽ അവള് ഞാൻ താത്തയ്ക്ക് ഇറങ്ങി, ക്ലാസ്സൊക്കെ കഴിഞ്ഞ് താത്തയ്ക്ക് ഇറങ്ങി പോയി കഴിഞ്ഞാൽ ഏ രാമൻ എന്നേ പറയുള്ളൂ. ഒരു രാമൻ വന്നിരുന്നു, ഏ രാമൻ എന്നേ പറയുള്ളൂ. പക്ഷെ ഉച്ചയ്ക്ക് വരുമ്പോ വീണ്ടും ഞാൻ മുകളിലാണ്, കുറച്ച് വർക്കൊക്കെ ഉണ്ട്, കുറച്ച് നോട്ട്സൊക്കെ തയ്യാറാക്കാനിരിക്കുകയാണ്. അപ്പൊ ഒരാൾ വന്നാൽ എന്നെ വിളിച്ചാൽ ഞാൻ ചെല്ലും. അപ്പൊ അവൾ എന്താ പറയാ? ദ രാമൻ. നേരത്തെ വന്ന രാമനാ. ഇപ്പൊ ഏതെങ്കിലും രാമനല്ല, നേരത്തെ വന്ന രാമനാ. അപ്പൊ ദ രാമൻ, നേരത്തെ വന്ന ദ രാമൻ, ആ രാമൻ എന്ന് പറയുന്ന രീതിയിലാണ് ദ ഉപയോഗിക്കുക. അപ്പൊ ഇവിടെ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ജോബ് എന്ന് പറയുന്നത് സാധാരണ ജോബല്ല, അപ്ലൈഡ് ഫോർ. അവൻ അപ്ലിക്കേഷൻ കൊടുത്ത ആ ജോബ് കിട്ടിയോ?
ഈ ആ എന്നുള്ളോടത്താണ് ദ വരുന്നത്. ആ ആന, ഒരാന പോകുന്നു, എൻ എലിഫന്റ് പോകുന്നു. ആ ആനയ്ക്ക് മുകളിൽ ദ എലിഫന്റ്, ആ ആനയുടെ മുകളിൽ. രണ്ടാമത് പറയുമ്പോൾ നമുക്ക് ആ ആന ഏതാന്ന് ഉറപ്പായി, ആ പോണ ആനയാണ്. ആ ആനയ്ക്ക് മുകളിൽ ഒരു കുട്ടി ഇരിക്കുന്നു, അപ്പൊ അവിടെ ദ എലിഫന്റ് എന്നാ പറയും. അതുപോലെ ഈ അപ്ലൈഡ് ഫോർ, അവൻ അപേക്ഷിച്ച ജോബ്, അവൻ അപേക്ഷിച്ച ആ ജോബ് കിട്ടിയോ എന്നല്ലേ നമ്മൾ ചോദിക്കുക. മറ്റെന്താ ചോദിക്കുക, ഏതെങ്കിലും ഒരു ജോബ് കിട്ടിയോ, അപ്പൊ അവിടെ എ ജോബ് എന്ന് പറയാം. പക്ഷേ അവൻ അപേക്ഷിച്ച ഒരു ജോബ് അവന് കിട്ടിയോ എന്നല്ല ചോദിക്കുക, അവൻ അപേക്ഷിച്ച ആ ജോബ് കിട്ടിയോ എന്നുള്ളതല്ലേ കുറേ കൂടി കറക്റ്റ്. കാരണം ഏതാണത്, അവിടെ കറക്റ്റായിട്ടൊരു റെഫറൻസ് ഉണ്ട്. ആ ജോബ് ഏതാ, വേറെ ഏതെങ്കിലും ജോബ് അല്ല, ഒരു പർട്ടിക്കുലർ ജോബാണ്. അതുകൊണ്ട് അവിടെ ദ ആണ് ഉപയോഗിക്കുക. ഒരു പർട്ടിക്കുലർ ആയ നമുക്ക് വ്യക്തമായ ഏതെങ്കിലും ഒന്നല്ലാത്ത, അതുകൊണ്ടാണ് ദ ഹിമാലയ എന്ന് പറയുന്നത്. ഒരൊറ്റ ഹിമാലയേ ഉള്ളൂ, ഒരുപാട് എണ്ണത്തിൽ നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ല. ദ ഖുർആൻ, ഒറ്റ ഖുർആനേ ഉള്ളൂ. ദ രാമായണ, ഒറ്റ രാമായണേ ഉള്ളൂ. ദ പ്രോഫറ്റ് മുഹമ്മദ്, ഒരു മുഹമ്മദേ ഉള്ളൂ ആ അർത്ഥത്തിൽ, പ്രവാചകൻ എന്നുള്ള അർത്ഥത്തിൽ. നാട്ടിലുള്ളൊരു മുഹമ്മദ് അല്ല അത്. ദ രാമ, ദ മഹാത്മാഗാന്ധി, ഒന്നേ ഉള്ളൂ. അങ്ങനെ യുണീക്നെസ് ഉള്ളിടത്ത് നമ്മൾ ഇതാ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കിനി വീണ്ടും ബാക്കിയുള്ള ചോദ്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു ആൾ.